ഇരിപ്പ് സമരമെന്ന് മാപ്രകൾ വിശേഷിപ്പിക്കുന്ന രോഷാധിഷ്ഠിത പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ് നമ്മുടെ ഗവർണർ ഇങ്ങനെ പറഞ്ഞു: നിശ്ചിത അകലം പാലിച്ച് കരിങ്കൊടി കാണിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ചിലർ കാറിന്റെ തൊട്ടടുത്തെത്തിയതോടെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പോലീസ് എഫ്ഐആർ പ്രകാരം 17 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഞാൻ എത്തുന്നതിന് മുൻപ് പോലീസിന് പ്രതിഷേധക്കാരെ നീക്കാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ പോലീസുകാർ അത് ചെയ്തില്ല. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നതെന്നും നിയമലംഘകർക്ക് സംരക്ഷണമൊരുക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയെന്നും ഗവർണർ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പോങ്ങൻ പൂർണ്ണമായും മന്ത്രി മുഖ്യനെ മാനിക്കുന്നു. വിജയനോടുള്ള അനാദരവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ. അതുപോലെ ഇക്കാര്യത്തിൽ ഗവർണറോട് പോങ്ങൻ വിയോജിക്കുകയും ചെയ്യുന്നു. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ. മന്ത്രിമുഖ്യനെ മാത്രമല്ല ഏതു രംഗത്തും മികവ് തെളിയിക്കുന്ന ആരെയും പോകൻ മാനിക്കും. കഴിവുള്ള മനുഷ്യരെ അനസൂയമായി അംഗീകരിക്കും. എന്ന് വെച്ചാൽ അവരുടെ കഴിവിനെ, അല്ലാതെ വ്യക്തിയെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ആദരിക്കുകയോ ചെയ്യണമെങ്കിൽ കഴിവിനെയല്ല, അയാളുടെ കർമ്മത്തിനെയാണ് പോകൻ ഗണിക്കുന്നത്. കർമ്മത്തിനെ. മന്ത്രിമുഖ്യൻ കഴിവുള്ളവനാണ്, അയാളിലെ കഴിവിനെ പോകൻ അംഗീകരിക്കും. ആദരാർഹനല്ലാത്തതിനാൽ ആദരവോടെ സമീപിക്കുന്നില്ല എന്ന് മാത്രം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നാണ് ഗവർണർ പറയുന്നത്? നിയമലംഘകർക്ക് സംരക്ഷണമൊരുക്കാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത്. അതായത് SFIക്കാരായിട്ടുള്ള കിളുന്തു കമ്മികൾ കരിങ്കൊടിയുമായി ഗവർണർക്ക് നേരെ നടത്തുന്ന കസർത്തുകൾ കണ്ടില്ലെന്ന് വെച്ചേക്കാൻ. എന്താ കാര്യം? പ്രകോപിപ്പിച്ചാൽ കോപം കൊണ്ട് കലിതുള്ളുന്നവനാണ് ഗവർണർ എന്ന് മന്ത്രിമുഖ്യന് വളരെ നന്നായിട്ട് അറിയാം. ഗവർണറുടെ ആ ദൗർബല്യത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് മന്ത്രിമുഖ്യൻ ചെയ്യുന്നത്. സത്യത്തിൽ ഗവർണറും വെളിവ് കെട്ട ആ കമ്മിക്കുട്ടികളും നമ്മുടെ പോലീസും ഒരുപോലെ മന്ത്രിമുഖ്യന്റെ ഉപകരണങ്ങളാവുകയാണ്. അതായത് കമ്മിക്കുട്ടികൾ കരിങ്കൊടിയുമായി കാറിന് മുന്നിലേക്ക് ചാടും. അത് കണ്ട് ഗവർണർ കാറിന് പുറത്തേക്ക് ചാടും. ഗവർണറുടെ ചാട്ടം കണ്ട് കമ്മിക്കുട്ടികൾ ഓടും. കമ്മിക്കുട്ടികളുടെ ഓട്ടം കണ്ട് ഗവർണർ ഇരിക്കും. ഇരിക്കുന്ന ഗവർണർക്കൊപ്പം നിൽക്കണോ അതോ ഓടുന്ന കമ്മിക്കുട്ടികൾക്ക് പിന്നാലെ പായണോ എന്നറിയാതെ നമ്മുടെ പോലീസ് ധർമ്മസങ്കടത്തിലാവും. ഗവർണറുടെ ഇരിപ്പും കമ്മിക്കുട്ടികളുടെ ഓട്ടവും പോലീസിന്റെ ധർമ്മസങ്കടവും മാധ്യമധർമ്മക്കാരന്മാർക്ക് കടിച്ചു വലിക്കാനായി മന്ത്രിമുഖ്യൻ ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷ്ണമാണ്. ഗവർണറും കമ്മിക്കുട്ടികളും തമ്മിലുള്ള പോരടി നാടുനീളെ കടിച്ചു വലിച്ച അവറ്റകൾ നേരം പോക്കും. മാപ്രകൾ കടിച്ചീമ്പുന്നതിന്റെ പങ്കുപറ്റി ജനങ്ങളും രസിക്കും. ഇത്തരം പല പല എല്ലിൻ കഷ്ണങ്ങളും മന്ത്രിമുഖ്യന്റെ പക്കലുണ്ട്. സമയാസമയം ഒന്നൊന്നായി അയാൾ മാപ്രകൾക്ക് എറിഞ്ഞു കൊടുക്കും. അതാണ് നടന്നു വരുന്നത്. അതീവ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതും പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമായിട്ടുള്ള സംഗതികളാണ് ഇതുകൊണ്ടെല്ലാം മൂടപ്പെട്ടു പോകുന്നത്. മന്ത്രിമുഖ്യന്റെ പ്രാപ്തിക്കുറവ് മാത്രമല്ല, മകളുടെ കാര്യപ്രാപ്തിയും സമൂഹം അറിയാതെ പോകുന്നുണ്ട്. ആർക്കാണ് അതുകൊണ്ടൊക്കെയുള്ള ഗുണം കിട്ടുന്നത്? ആലോചിക്കേണ്ട സംഗതി അല്ലേ അത്? അല്ലേ? സൂക്ഷ്മം 60 കൊല്ലമായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ വേഷം കെട്ടി ജീവിക്കാൻ തുടങ്ങിയിട്ട്. 1964 പാർട്ടിക്കൊപ്പം കൂടിയതാണ്. 98 പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. പിന്നെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയാണ് വിജയൻ ആ സെക്രട്ടറി സ്ഥാനം വിട്ടുകൊടുക്കുന്നത്. അതായത് കഴിഞ്ഞ 26 കൊല്ലക്കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയാണ് പിണറായി വിജയൻ. 17 കൊല്ലം അയാൾ സെക്രട്ടറിയായി ഇരുന്നത് കൊണ്ട് പാർട്ടിക്ക് ലഭിച്ച പ്രയോജനം എന്താണ്? ഒന്നുമില്ല. കമ്മ്യൂണിസം തളർന്നു, പിണറായിസം വളർന്നു. അതല്ലേ വാസ്തവം. ഇന്ന് സഖാക്കളില്ല. പാർട്ടിയിൽ ഇന്നുള്ളത് വിജയദാസരായ സുഖാക്കൾ മാത്രമാണ്. വിജയവിരോധത്തിന് ഇരപ്പെട്ടാൽ പാർട്ടിയിൽ മാത്രമല്ല മറ്റൊരു രംഗത്തും, ഒരു സാമൂഹ്യ രംഗത്തും ആർക്കും വളരാൻ കഴിയില്ല എന്നതാണ് സ്ഥിതി. നാറിയാവാനും നായ്ക്കോലം കെട്ടാനും മടിയില്ലാത്തവർക്ക് നല്ല കാലം നൽകാനായി ഒരു നവകേരളം തന്നെ ഇതിനോടകം അയാൾ നിർമ്മിച്ചെടുത്തു. നന്മയുടെ നിറവുള്ളവർ നാട്ടിൽ നാമാവശേഷരായി, ആദർശത്തിന്റെ അസ്കിതയുള്ളവർ അപ്രസക്തരായി. ഓർക്കണം, ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകരിൽ ഒരാളായിട്ടുള്ള ആദിശങ്കരൻ ജനിച്ച മണ്ണാണ് നമ്മുടേത്. അങ്ങനെ ഒരു നാടിനെ വിഡ്ഢികളുടെ പറുദീസയാക്കാൻ സാധിച്ചുവെങ്കിൽ വിധേയത്വ ബുദ്ധിയും ന്യായീകരണ സിദ്ധിയുമുള്ള സ്വാർത്ഥചിത്തരായിട്ടുള്ള വിജയാധിപത്യവാദികൾക്ക് മാത്രം അതിജീവനം സാധ്യമാക്കുന്ന നിലയിലേക്ക് വെറും 60 കൊല്ലങ്ങൾ കൊണ്ട് ശങ്കരാചാര്യരുടെ ജന്മനാടിനെ മാറ്റിയെടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ്. അല്ലേ? തർക്കമുണ്ടോ? ഭരണ നിപുണതയോ കാര്യശേഷിയോ നയതന്ത്രജ്ഞതയോ ദീർഘദൃഷ്ടിയോ ദിശാബോധമോ ആദർശശുദ്ധിയോ വിജയനില്ല. എന്നിട്ടും അങ്ങേയറ്റം സംഘടിതമായിട്ടുള്ള ഒരു കേഡർ പാർട്ടിയെ പൈതൃക സ്വത്താക്കി അനുഭവിക്കാനും സഖാക്കളെ തൻ്റെ ഭൃത്യരാക്കി മാറ്റാനും അയാൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ
പരസ്യക്കാർ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആരോപിച്ച കേരളത്തെ നവകേരളമെന്ന് ബ്രാൻഡീകരിക്കാനും ആ നവകേരളത്തിൻ്റെ ദൈവമായി തന്നെ സ്വയം അവതരിപ്പിക്കാനും വിജയന് കഴിഞ്ഞു. അതൊക്കെ അംഗീകാരാർഹമായിട്ടുള്ള കഴിവുകൾ തന്നെയല്ലേ? പിന്നെ കമ്മിക്കുട്ടികളെയും ഗവർണറെയും പോലീസിനെയും കരുവാക്കിക്കൊണ്ട് മാപ്രകളുടെ സഹായത്തോടെ ഇമാതിരി തൊട്ടിത്തരമൊക്കെ കാട്ടുന്നത് വൃത്തികേടല്ലേ എന്ന് ചോദിച്ചാൽ സംഗതി ശരിയാണ്. എന്നാൽ തൻ്റെ തസ്കര വൃത്തിയിൽ നിന്നും അതുപോലെ തൊണ്ടി മുതലിൽ നിന്നും ജനശ്രദ്ധ അകറ്റാനായി ഒരു കള്ളൻ നടത്തുന്ന പരിശ്രമങ്ങൾ തീർത്തും സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. മോഷണം നടത്താൻ ഏത് കള്ളനും പറ്റും, അല്ലേ? എന്നാൽ പോലീസിന്റെ പിടിയിൽപ്പെടാതെയും നാട്ടുകാരുടെ ഇടികൊള്ളാതെയും ജയിലിൽ കിടക്കാതെയും മോഷണം നടത്തി കാലം കഴിക്കുന്നതാണ് കള്ളന്റെ മിടുക്ക്. എന്നാൽ പോലീസിന്റെ സല്യൂട്ടും വാങ്ങി അവരുടെ പാറാവും സ്വീകരിച്ച് അവരുടെ സംരക്ഷണത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നാട് തന്നെ കൊള്ളയടിക്കണമെങ്കിൽ കള്ളന് വെറും മിടുക്ക് മാത്രം പോരാ, അപാരമായിട്ടുള്ള സിദ്ധി തന്നെ വേണം. ഒരു തസ്കര ശ്രേഷ്ഠനെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ, അല്ലേ? പകൽ വെളിച്ചത്തിൽ നാട് കൊള്ളയടിക്കുക മാത്രമല്ല, നാട്ടുകാരെ കൊണ്ട് ആ കൊള്ളയടിക്ക് കൈയടിപ്പിക്കുക കൂടി ചെയ്താലോ? അംഗീകരിക്കപ്പെടേണ്ട തസ്കര വൈദഗ്ധ്യം തന്നെയല്ലേ അത്? ആ തസ്കര ശ്രേഷ്ഠനെ പോലെ സ്വന്തം കർമ്മപഥത്തിൽ അഗ്രഗണ്യനാണ് തീർച്ചയായും വിജയനും. എങ്ങനെ അംഗീകരിക്കാതിരിക്കും? ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ഗവർണറോട് പോങ്ങനൊരു അപേക്ഷയുണ്ട്. അങ്ങ് മന്ത്രിമുഖ്യന്റെ മുഖ്യ കരുവായി ഒരിക്കലും ചുരുങ്ങിപ്പോകരുത്. ഈ നാട് നന്നാക്കാൻ ഒരിക്കലും അങ്ങയെ കൊണ്ട് സാധിക്കില്ല. അത് താങ്കളുടെ കഴിവുകേട് കൊണ്ടല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ബൗദ്ധിക സാഹചര്യം ജനാധിപത്യത്തിന് അത്ര കണ്ട് അനുകൂലമല്ല. അതാണ് കുഴപ്പമാകുന്നത്. പോലീസുകാരോടും ഒരു കാര്യം പോകന് പറയാനുണ്ട്. ആജ്ഞാനുവർത്തനത്തിന്റെ ശമ്പളമാണല്ലോ ധർമ്മസങ്കടം. അനുസരണയുടെ ആൾ രൂപങ്ങളാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സ്നേഹാദരങ്ങൾ മാത്രം. ധർമ്മനിഷ്ഠയും നീതിബോധവും ഭൂതദയയും സാമൂഹ്യ വിചാരവും പൗരബുദ്ധിയും ജനാധിപത്യ ചിന്തയും സഹജീവി സ്നേഹവുമൊക്കെയുള്ള നിസ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങനെയുള്ള മനുഷ്യരെ തങ്ങളുടെ പ്രതിനിധികളാക്കാനുള്ള പോങ്ങത്വമെങ്കിലും പ്രബുദ്ധ ജനതയ്ക്ക് ഉണ്ടായാൽ മാത്രമേ അത്തരമൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകൂ. അത് ഈ പോങ്ങനറിയാം. കോഴിക്ക് മുല വരും എന്ന് വിശ്വസിക്കാൻ തക്ക കരുത്തുറ്റ ശുഭാപ്തി വിശ്വാസമാണ് വാസ്തവത്തിൽ പോങ്ങനുള്ളത്. അതുകൊണ്ട് പ്രബുദ്ധർ പോങ്ങന്മാരാവുന്ന ഒരു കാലവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മിക്കുട്ടികളോട് പോങ്ങന് പറയാനുള്ളത് അടുത്ത ദിവസം തന്നെ പറയാം. മാപ്രകളോട് പിന്നെ ഈ പോങ്ങന് ഒന്നും തന്നെ പറയാനില്ല. ഒരിക്കലും നിങ്ങളെ പോങ്ങൻ പഴിക്കുകയുമില്ല. യജമാനനോട് കൂറ് കാട്ടുന്നത് നായയുടെ കുഴപ്പമല്ലല്ലോ, അതതിൻ്റെ സ്വഭാവ ഗുണമല്ലേ? കള്ളൻ വളർത്തുന്ന നായയ്ക്ക് കള്ളനോടേ കൂറുണ്ടാവൂ എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ടായാൽ തീരുന്ന കുഴപ്പം മാത്രമേ നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മാപ്രകളോട് തീരെ മുഷിപ്പില്ല. മന്ത്രിമുഖ്യന്റെ കരുവാകാതെ കരുതലെടുക്കേണ്ടത് ഗവർണറാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പോഗനി സംസാരം ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മകൾ. കാണാം. Trees aren't green, the ocean is gray, sky is a vague blue, come my way. My room is a mess, it could use a hand. My favorite TV shows to capture in. I know I must get it right, must get back in the fight. This can't be a surprise, I think I'll let it slide. I'm sleeping.